ഹായ് ഹലോ എല്ലാവർക്കും ഷാരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ തൊപ്പി ദോശയല്ലേ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നത്, ഒരു കുട്ടി തൊപ്പി ദോശ എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. ആദ്യം നല്ല പരന്ന ദോശക്കല്ലയിൽ ദോശമാവ് ഒഴിക്കുക. ഒട്ടും കട്ടിയില്ലാണ്ട് ഒഴിക്കുക. നമ്മൾ സാധാരണ ദോശമാവില്ല, നമ്മൾ ദോശക്കൊക്കെ എപ്പോഴും എടുക്കുന്ന പോലത്തെ, കുറച്ച് ഭയങ്കര കട്ടി പാടില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് പരത്തുക. നടുവേന്ന് പരത്തി തുടങ്ങുക. ഒട്ടും കട്ടി പാടില്ല. ഇപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ എണ്ണയൊന്നും തേച്ചിട്ടില്ല. കല്ലാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇളകാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിൻ്റെ സൈഡിലൊന്നും ഒട്ടും കട്ട് ചെയ്യാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യാണ് ഒഴിക്കേണ്ടത്. നന്നായിട്ട് അതിൽ നിന്ന് ആ പാനിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി വരുമല്ലോ, അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. തിരിച്ചിടേണ്ട ഭാഗം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് തേക്കുക. കുട്ടികളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുട്ടി തൊപ്പി ദോശ ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ തൊപ്പി പോലത്തെ ദോശയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിവിടെ കാണിക്കുന്നത്. ഒന്നുമില്ല, സിമ്പിളാണ്. ചിലർക്കൊക്കെ അറിയാമായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്ന കുട്ടികൾക്ക് ഇത് കണ്ട് പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. എൻ്റെ മോനെ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സൂത്രപ്പണികളോടെ ആയിട്ടാണ് കഴിപ്പിക്കാറ്. ഇതിനി തിരിച്ചിടാം. കണ്ടില്ലേ, കട്ടി കുറവായതുകൊണ്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് ഇത് തൊപ്പി ദോശ ഉണ്ടാക്കാൻ പറ്റും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ രണ്ട് സൈഡും നന്നായിട്ട് മൂക്കണം. എന്നുവെച്ചാൽ കരിയാൻ പാടില്ല, പക്ഷെ നന്നായിട്ട് മൂക്കണം. എന്നാലും നമുക്കത് കട്ട് ചെയ്ത് റോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ബ്ലേഡ് കൊണ്ടോ, ബ്ലേഡല്ല എന്നുവെച്ചാൽ നല്ല മൂർച്ചയുള്ള പിച്ചാത്തി കൊണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ നമുക്കത് മുറിച്ചെടുക്കാം ചെറുതായിട്ട്. കട്ടി കുറവായതുകൊണ്ട് വലിയ ചൂടൊന്നും ഉണ്ടാവില്ല. നമുക്ക് അപ്പം തന്നെ ഇത് മുറിക്കാം. എന്നിട്ട് ഇതിങ്ങനെ നടുവേ മുറിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി എടുക്കാം. പൊട്ടിപ്പോവാതെ സൂക്ഷിക്കുക. കണ്ടില്ലേ, നമ്മൾ കടലയൊക്കെ കപ്പലണ്ടിയൊക്കെ പേപ്പറിൽ ചുട്ടെടുക്കില്ല, അതുപോലെ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. അതാണ് കുട്ടി തൊപ്പി ദോശ. എളുപ്പമല്ലേ? എനിക്ക് തോന്നുന്നു ചിലർക്കൊക്കെ അറിയാമായിരിക്കും എങ്ങനെയാണ് തൊപ്പി ദോശ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു നോക്കൂ, അവർക്ക് ഭയങ്കര ഇഷ്ടമാവും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.